മെഡിസെപ്പ് ഉഡായിപ്പ് ലെവൽ 2. 500 രൂപ അടച്ചപ്പോൾ തന്നെ ആളുകൾക്ക് മെഡിസെപ്പ് വേണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പൈസ അടയ്ക്കേണ്ട ഗതികേടുണ്ട്. ഭർത്താവിന് മിലിറ്ററിയിലോ ആർമിയിലോ നേവിയിലോ ഒക്കെ ജോലിയുണ്ട്. അദ്ദേഹത്തിന്റെ പെൻഷൻ പ്രായം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും മരുന്നുണ്ട്. അവിടെ മിലിറ്ററി ക്യാൻറ്റീനുണ്ട്, നേവിയുടെ ക്യാൻറ്റീനുണ്ട്, മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അവർക്ക് എല്ലാ ട്രീറ്റ്മെന്റിനും പൈസ കിട്ടും. എന്നാലും ആ കുടുംബത്തിലൊരാൾ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അവരുടനെ പൈസ അടയ്ക്കണം. ഒരു ഓപ്ഷൻ ഇല്ല. ഇത് വലിയ വിഷയമാണ് മെഡിസെപ്പിനകത്ത്. വേറൊരാളാണെങ്കിൽ 35 വയസ്സ് വരെ നേവിയിൽ ജോലി, പിന്നെ ആർമിയിൽ ജോലി ചെയ്തിട്ട് 35ാമത്തെ വയസ്സിൽ നാട്ടിൽ വന്ന് ഇവിടെ ഒരു ജോലി കിട്ടി. ഇവിടെ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഇറിഗേഷനിലോ മറ്റു ജോലി കിട്ടി. അതിന്റെ ബേസിൽ അദ്ദേഹം പിന്നെ പെൻഷൻ പറ്റി. അദ്ദേഹത്തിന് മെഡിസെപ്പിന് പൈസ പിടിക്കുന്നു പെൻഷനായിട്ട്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നേവിയുടെ ഈ ആർമിയുടെ പൈസയുണ്ട്, സൗകര്യങ്ങളുണ്ട്. അങ്ങനെ 500 രൂപ പിടിക്കുന്നത് തന്നെ ഒരു വീട്ടിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ 1000 രൂപ പിടിക്കുന്നു, 12,000 രൂപ ഒരു വർഷത്തിൽ പിടിക്കുന്നു, 12 മാസം കൊണ്ടെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന സമയത്താണ് 850 രൂപ ആക്കിയിരിക്കുന്നു. 3 വർഷത്തേക്കാണിത്. ഇതെന്ത് സ്കീമാണെന്നറിയില്ല കേട്ടോ. ആരാണ് ഈ ഉഡായിപ്പ് പദ്ധതികളൊക്കെ ഗവൺമെന്റ് ഇരുന്ന് ആലോചിക്കുന്നത്? 3 വർഷത്തേക്ക് 850 രൂപ. എന്നിട്ട് ഈ ഇപ്പൊ ഡിസംബർ തൊട്ട് സർക്കാർ ജീവനക്കാർക്കും ജനുവരി തൊട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും പിന്നെ ജനുവരി തൊട്ട് പെൻഷൻകാർക്കും അങ്ങനെയൊക്കെ ഡേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രമാത്രം ഉഡായിപ്പ് പദ്ധതികൾ ഇരുന്നുകൊണ്ട് ആലോചിച്ച് ജനങ്ങളെ മണ്ടയിൽ ഭാരം കയറ്റാൻ പറ്റുമോ? അത്രയും ഭാരം കയറ്റും. എന്നിട്ട് പറയും ഞങ്ങൾ നമ്പർ 1 ഭാരം കയറ്റുകാരാണെന്ന്. നമ്പർ 1 ആണ് കേരളം. സ്വർണം അടിച്ചുകൊണ്ട് പോണ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഭരണകൂടം തന്നെ സ്വർണം അടിച്ചുകൊണ്ട് പോവാണ്. സാധാരണ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസ് പിടിക്കുമെന്നാണ്. ഇത് പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ സ്വർണം അടിച്ചുകൊണ്ട് പോവാണ്. അവരെ രക്ഷിക്കുന്ന ടീമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. എന്തൊരു ദുരന്തമാണ്. എന്നിട്ടും 34% ആളുകൾ വോട്ട് ചെയ്യാനുണ്ട് കേരളത്തിൽ. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മികവ്. ഈ കങ്കാണിപ്പണി എല്ലാം ചെയ്തിട്ടും എന്നിട്ട് വോട്ട് കൊടുക്കാൻ ആളുണ്ട് ഇവിടെ. എന്തൊരു സമൂഹമാണിത്, എന്തൊരു ജനതയാണ് നമ്മൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരും ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയാണ്. ഈ പറ്റിക്കുമ്പോഴും പോയി 70%, 73% പോയി വോട്ട് ചെയ്തു. എന്നിട്ട് അതിൽ 30%, 33%, 38%, 5% വ്യത്യാസമേ ഉള്ളൂ ജയിച്ചവരും തോറ്റവരും തമ്മിൽ. എന്തൊരു നാടാണിത്, എന്തൊരു കഷ്ടമാണ്. മെഡിസെപ്പിന്റെ കാര്യത്തിൽ ഈ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റ് എടുക്കുന്നത്. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കൂ. നിങ്ങൾ പെൻഷൻ പറ്റിയവർക്കും സർക്കാർ ജീവനത്തിലുള്ളവർക്കും, അവർക്ക് സ്റ്റാർ ഹെൽത്ത് ഉള്ളവരുണ്ട്, പിന്നെ HDFCയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരുണ്ട്, പിന്നെ പോളിസി ബസാറിൽ കയറിയിട്ട് ധാരാളം ആളുകൾ ഒരുപാട് മെഡിക്കൽ ക്ലെയിം എടുത്തവരുണ്ട്, മെഡിക്കൽ ഇത് എടുത്തവരുണ്ട്. അവരെല്ലാം എന്തിനാണ് ഇത് എടുക്കുന്നത്? ഉടനെ സർക്കാർ പറയുന്ന ന്യായം ഇതൊരു വെൽഫെയർ സ്കീമാണ്, ഇതിൽ ഓപ്ഷൻ ഇല്ലാന്ന്. എന്ത് ഓപ്ഷൻ ഇല്ലാത്തത്? കുറെ അധികം ആളുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി കേസ് പറഞ്ഞ് അവരെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് ഇതിൽ ഈ ആശുപത്രി ലിസ്റ്റിലുള്ള ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ പല മരുന്നിനും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, കിടന്നാൽ ക്ലെയിം ചെയ്യാൻ പല ക്ലെയിമിന്റെ പ്രശ്നമുണ്ട്. അതെല്ലാം കൂടി ഒരുപാട് ആളുകൾ പോയി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പോയി, എല്ലാ ജില്ലകളിലും ഉണ്ട്, പോയി ധാരാളം പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്കിതിൽ താല്പര്യമില്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിങ്ങൾ സമീപിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാത്തതാണെങ്കിൽ, ചികിത്സിച്ചിട്ട് പൈസ കിട്ടാതാണെങ്കിൽ നിങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എല്ലാ ജില്ലകളിലും എൻ്റെ ഓഫീസുണ്ട്, നിങ്ങൾ സമീപിക്കണം. 5 പൈസ ചിലവുള്ളതല്ല ആ കാര്യം. ദയവേത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് വാദിക്കുകയാണെങ്കിൽ അവിടെയും പൈസ ഇല്ല, വക്കീലിനെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ പണം കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് ഈ വിഷയം നോക്കുക. മെഡിസെപ്പിന്റെ 2ാം പാർട്ട് കൂടുതൽ ട്രാജഡിയായി ജനങ്ങളുടെ മണ്ടയിൽ ഒരു പിന്നെ എന്താണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഒരു ഭാരം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്.